5250 രൂപ നൽകണം. കേരള വിഷൻ ന്യൂസ്, കൊച്ചി. ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. വയനാട്ടിൽ വീണ്ടും കാട്ടാന ആക്രമണം. കർണാടക റേഡിയോ കോളർ ഘടിപ്പിച്ച് കാട്ടിലേക്ക് വിട്ട ആനയാണ് കാടിറങ്ങി വന്ന ആക്രമണം നടത്തിയത്. വീട്ടിലേക്ക് പാഞ്ഞെത്തിയ ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റയാൾ മരിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ ഷിബു ചേരുന്നു. ഷിബു, നിരന്തരമായി വയനാട്ടിൽ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നു. ഇപ്പോൾ വീണ്ടും വന്നത് ഒരു റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? വയനാട്ടിൽ വീണ്ടും ഉണ്ടായിട്ടുള്ളത്. അതായത് ഇന്നലെ രാത്രി മുതൽ ഈ റേഡിയോ കോളർ ഘടിപ്പിച്ച ആന കുറച്ച് ആഴ്ചകളായി കേരളത്തിന്റെ വനം മേഖലയിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം തണ്ണീർക്കൊമ്പനെ പിടികൂടി പിന്നീട് തണ്ണീർക്കൊമ്പൻ ചെരിയുകയും ചെയ്ത സാഹചര്യത്തിൽ വാർത്താ സമ്മേളനം നടത്തിയ വനം വകുപ്പ് അധികൃതർ തന്നെ ഒരു റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരു കാട്ടാന കൂടി കേരളത്തിന്റെ വനമേഖലയിൽ ഉണ്ട്. ഇത് കർണാടകത്തിൽ നിന്നും വന്ന് മേഖലയിൽ തിരിയുന്ന നാട്ടിലിറങ്ങുന്ന ആനയാണെന്ന് വെളിപ്പെടുത്തിയിരുന്നു. ഈ ആനയാണ് ഇന്നലെ രാത്രി കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമം നടക്കുന്നതിനിടെ ഇന്ന് പുലർച്ചെ പാൽവെളിച്ചം ചാലിക്കത്ത്, അതായത് കുറുവ ദ്വീപിന് സമീപമുള്ള പ്രദേശമാണിത്. മറുവശം വനമാണ്. അവിടേക്ക് ആന വനത്തിലേക്ക് കയറിപ്പോയി എന്നാണ് വനം വകുപ്പ് അധികൃതർ രാവിലെ അറിയിച്ചിരുന്നത് മാധ്യമങ്ങളെ. പക്ഷേ തൊട്ട് പിന്നാലെയാണ് അവിടെ അജി എന്ന ആളെ വീട്ടിൽ കയറി ആന ആക്രമിച്ചു എന്നുള്ള വാർത്ത വരുന്നത്. ഇയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരും വഴി അദ്ദേഹം മരിച്ചു. ആശുപത്രിയിൽ എത്തിയ ഉടനെ മൃതദേഹം അവിടെ വെച്ച് അജിയെ ആശുപത്രിയിൽ എത്തിച്ച് വനപാലകർ അവിടെ നിന്ന് പോയി എന്നാരോപിച്ച് നാട്ടുകാർ ഇപ്പോൾ ആശുപത്രിക്ക് ചുറ്റും വലിയ പ്രതിഷേധം ഉയർത്തുകയാണ്. അജിയും കൂട്ടുകാരും ഈ വീടിനടുത്ത് ഉണ്ടായിരുന്നു. അതിന്റെ CCTV ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട്. ആന വരുമ്പോൾ 3-4 ആളുകളെ ആ ദൃശ്യങ്ങളിൽ കാണാം. അതിൽ ഒരാളാണ് അജി. അജിയുടെ വീട്ടിൽ പനച്ചിയിൽ അജി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പടമല അൽഫോൻസ പള്ളിക്ക് സമീപമുള്ള വീടാണിത്. ഈ വീടിന്റെ അടുത്ത് ആന ഇവരെ ഓടിച്ച് വീട്ടിൽ കയറ്റുകയും വീട്ടിൽ നിന്ന് ആക്രമിക്കുകയുമായിരുന്നു എന്നാണ് പരിസരവാസികൾ പറഞ്ഞത്. ഇപ്പോൾ മൃതദേഹം മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത്. ഹരിത, ഇപ്പോൾ വയനാട്ടിലെ പ്രദേശവാസിയായ ഷോജി ചേരുന്നു. ഷോജി, നിരന്തരമായി ആ പ്രദേശത്ത് വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയാവുകയാണ്. ഇപ്പോൾ വീണ്ടും ഒരു കാട്ടാന ആക്രമണം കൂടി നേരിടേണ്ട ഒരു അവസ്ഥയാണ്. നാട്ടുകാരുടെ നിലവിലെ ഒരു അവസ്ഥ എന്താണ് പ്രതികരണം? ഇന്ന് രാവിലെയാണ് അജി എന്ന വ്യക്തിയെ ആന ചവിട്ടിയത്. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ആള് മരിച്ചു. അപ്പോൾ ഇവിടെ ഇതില് നാട്ടുകാരുടെ പ്രതിഷേധം തുടരുന്നുണ്ട്. ആശുപത്രി മുറ്റത്ത് തന്നെ. ഞാനിപ്പോൾ മാനന്തവാടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ മുമ്പിലാണുള്ളത്. അവിടെ നിന്ന് നാട്ടുകാർ പ്രതിഷേധിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിന്റെ അകത്ത് നിന്ന് ആളെ ആന ഗേറ്റ് ചവിട്ടി പൊളിച്ച് അകത്ത് വന്നിട്ട് തട്ടുമായിരുന്നു ചെയ്തത്. ചവിട്ടി കൂട്ടുകയാണ് ചെയ്തത്. അത്രയും ഒരു ക്രൂരമായിട്ടുള്ള ഒരു സംഭവമാണ് നടന്നത്. ഇവിടെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ആള് മരിച്ചു. അപ്പൊ ഇതുവരെ ഇതിൽ പ്രതിഷേധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുവരെ ഫോറസ്റ്റിന്റെ ആൾക്കാർ ആരും ഇവിടെ എത്തിയിട്ടില്ല. ഒരു വ്യക്തി പോലും, ഒരു റെപ്രസെന്റേറ്റീവ് പോലും ഇവിടെ മെഡിക്കൽ കോളേജിൽ ഈ ഒരു പ്രശ്നത്തിൽ ഇടപെടാൻ വേണ്ടി വന്നിട്ടില്ല. അവരിവിടെ ഹോസ്പിറ്റലിൽ ആളെ ഹോസ്പിറ്റലിലാക്കി പോയി കഴിഞ്ഞു. ഇത്രയും പ്രതിഷേധം നടക്കുന്നതിനിടയ്ക്കും ഇതുവരെ ഫോറസ്റ്റുകാർ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതിന്റെ ഇതിലാണ് ഇവിടെ പ്രതിഷേധങ്ങൾ നടക്കുന്നത്. പിന്നെ റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ് ചവിട്ടിയതെന്നാണ് എല്ലാവരും പറയുന്നത്. അതും വീടിന്റെ മുറ്റത്ത്, വീടിന്റെ വരാന്തയിൽ നിന്നേ ആളെയാണ് ആന ആക്രമിച്ചത്. അവിടെ ജോമോൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ വീടിന്റെ മതിൽ ചവിട്ടി പൊളിച്ച് അകത്ത് കയറിയിട്ടാണ് ആന ആക്രമിച്ചിട്ടുള്ളത്. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഇപ്പൊ നാട്ടുകാരുടെ പ്രതിഷേധം ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫോറസ്റ്റുകാർ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. റവന്യൂ ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് ഇവിടെ ഇതുവരെ എത്തിയിരിക്കുന്നത്. ഷോജി, രാവിലെയാണോ ഈ കാട്ടാന വന്ന് ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്? ആക്രമണത്തിന് ശേഷം ഇപ്പോൾ നിലവിൽ ഈ ആന ഇപ്പോൾ എവിടെയാ ഉള്ളതെന്നുള്ള വിവരങ്ങൾ വല്ലതും ലഭ്യമായിട്ടുണ്ടോ? ആന ഉണ്ടേങ്ങാടി ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് എന്ന് ആരോ പറഞ്ഞു. എനിക്ക് കൺഫേം ആയിട്ട് അറിയത്തില്ല. ആന ഉണ്ടേങ്ങാടി ഭാഗത്ത് എത്തിയെന്നാണ് പറഞ്ഞത്. പക്ഷെ രാവിലെ 4:30-5 മണി മുതൽ ആന ഈ പ്രദേശങ്ങളിൽ മുട്ടങ്കര, താന്നിക്കല്, കൊയിലേരി ആ ഒരു പ്രദേശങ്ങളിലെല്ലാം ആന അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനെപ്പറ്റി ഒരു അറിയിപ്പോ കാര്യങ്ങളൊന്നും ആർക്കും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ചില ന്യൂസ് ഇങ്ങനെ വാട്സാപ്പ് ഗ്രൂപ്പിൽ കുറച്ച് ന്യൂസ് മെസ്സേജുകൾ വന്നതെന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ ഒരു അറിയിപ്പോ അനൗൺസ്മെന്റോ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. പിന്നെ ഇതിൽ പ്രത്യേകത വെച്ചാൽ റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ് കയറിയത്. അതും അക്രമകാരിയായ ആനയാണ്. ഇല്ലെങ്കിൽ വീടിന്റെ മതിലൊക്കെ ചവിട്ടിപ്പൊളിച്ച് വീടിന്റെ വരാതെ നിന്ന ആളെ ആക്രമിക്കില്ലല്ലോ. അതേപോലെ കൂടെ ആൾക്കാരുണ്ടായിരുന്നു. അവർ ഓടി രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞത്. മൂപ്പർക്ക് ഓടാൻ പറ്റിയില്ല. ശരി. വയനാട്ടിൽ വീണ്ടും കാട്ടാന ആക്രമണം. കർണാടക റേഡിയോ കോളർ ഘടിപ്പിച്ച് കാട്ടിലേക്ക് വിട്ട ആനയാണ് ഇപ്പോൾ വീണ്ടും കാടിറങ്ങി വന്ന് ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. കൂടാതെ വീട്ടിലേക്ക് പാഞ്ഞെത്തി
ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റയാൾ മരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുകയാണ്. വയനാട്ടിലെ ജനങ്ങളെല്ലാം പ്രതിഷേധത്തിലാണ്. അതേസമയം വനപാലകരുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ലെന്നുള്ളൊരു ആരോപണം കൂടി ഉയരുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഷിബു. പാകിസ്ഥാൻ തൂക്കുസഭയിലേക്ക് മുൻ പ്രധാനമന്ത്രി